നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അവത് കുടിച്ചാൽ അലീനയും കൂട്ടി ഷെറിന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ആ മുറിയിൽ നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവത് കുടിച്ചാലും പോയി ലൈറ്റ് ഇട്ടിട്ട് അലമാരി തുറന്നു. അലമാരിക്കകത്തുനിന്ന് 2 ഡബ്ബകളെടുത്ത് അലീനയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതെ ഗുളികളൊക്കെ ഇതിനകത്തുണ്ട്. അലീന അങ്ങനെ ഗുളിക എടുത്ത് നോക്കി. അല്ല, ഇതിലൊന്നും ഉറക്ക ഗുളിയാണല്ലോ വല്യപ്പച്ച. അലീന അത് ചോദിച്ചു. അതും കഴിക്കണം. അല്ല, ഇത് എത്ര എണ്ണം ഇവിടെ ഒന്നിച്ച് വെക്കാൻ പാടുണ്ടോ? ഇത്രയൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? അതിനെന്താ കുഴപ്പം? അലീന അലമാരത്തട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ചു. ഏറ്റവും മുകളിലത്തെ തട്ടില് മൂട്ട മരുന്ന് വരെ സൂക്ഷിച്ചിട്ടുണ്ട്. കുപ്പിയിൽ അതിന്റെ ലേബലും പോയസൺ എന്ന ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ അത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആ മുറി വെച്ചിട്ടുണ്ട്. കാരണം ഒരു മനോഭ്രാന്തിയുള്ള ഒരാള് കിടക്കുന്ന മുറി സൂക്ഷിക്കേണ്ട സാധനങ്ങളൊന്നും അല്ല ഇത്. അലീന അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വെല്ലുപ്പിച്ചൻ പറഞ്ഞു, അതെ ഞാനല്ല റോബിച്ചൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതാകുമ്പം പിള്ളേരാരും കേറി വരത്തില്ല, അവരുടെ കൈയും കാലും എത്താത്തടത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച്. ഓഹോ, ഒരു മാനസികഭ്രാന്തി വരുമ്പോൾ ഇതെടുത്ത് കഴിക്കാൻ തോന്നിയാലോ? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നേ. എന്നാ പിന്നെ ഒരു നല്ല മൂർച്ചയുള്ളൊരു കടാരെ, കുറച്ച് എലിവേഷോ, ഒരു ബ്ലേഡും കുറച്ച് പ്ലാസ്റ്റിക് കെയറും എല്ലാം കൂടെ ഇവിടെ കൊണ്ടേ വെക്ക്. എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാമായിരുന്നല്ലോ. അലീനയുടെ ആ പറച്ചിലും നോടത്തിലെ തീഷ്ണതയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവധി കുടിച്ചാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റോബർട്ടാണ് അതെല്ലാം അവിടെ വെച്ചെന്ന് അയാൾക്കറിയാം. മാസങ്ങളായി അത് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നെ എന്തെങ്കിലും കൂടെ ഉദ്ദേശമായിട്ട് അവധി കുടിച്ചാൻ തോന്നിയിട്ടില്ല. വെല്ലപ്പിച്ചൻ പോയിക്കോ, ഞാൻ ഈ മരുന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവധി കുടിച്ചാൻ അങ്ങോട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അലീന ചെന്ന് ജന തുറന്നു. ആരാ അത്? മയക്കത്തിൽ നുണർന്ന പോലെയാണ് ഷെറിൻ ചോദിക്കുന്നത്. അത് ഞാനാ അലീന. ആര് പറഞ്ഞിട്ടാ ജനല് തുറന്നേ? അത് വെളിച്ചം കിട്ടാൻ വേണ്ട. എനിക്ക് വെളിച്ചമൊന്നും വേണ്ട. വേണം. അലീന ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും കുറച്ച് ഗുളികളും എടുത്ത് കട്ടിൽ ചെന്നിരുന്നു. ആന്റി, ഈ മരുന്ന് കഴിക്കുക. അലീന ഗുളികൾ അങ്ങ് നീട്ടി. പെട്ടെന്ന് ഞോടിയിടെ തന്നെ അത് കയ്യിലേക്ക് മേടിച്ചിട്ട് തട്ടിക്കളയുവാണ് ഷെറിന്. അലീന ഗുളികളെല്ലാം പെറുക്കിയെടുത്ത് വീണ്ടും അവളുടെ നേർക്ക് നീട്ടി. അതെ, തട്ടിക്കളയരുത്. കഴിച്ചിട്ട് നമുക്ക് വർത്താനം പറയാം. ഷെറിന് അത് വാങ്ങി ചുരുട്ടിപ്പിടിച്ചു. 2 നിമിഷത്തിന് ശേഷം ആ ഗുളികളെല്ലാം കൂടെ ചുവരിലേക്ക് ഒറ്റ ഏറായിരുന്നു. എന്നിട്ട് പതിയെ ചിരിച്ചു. അലീന അല്പസമയത്തേക്കൊന്നും മിണ്ടാതിരുന്നു. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന വെള്ളം അവിടെ കൊണ്ടേ വെച്ചു. ആ സമയത്ത് ഷെറിനാണെങ്കിൽ തലമുടിയിലേക്ക് ഇങ്ങനെ ചെകാനായിട്ട് തുടങ്ങി. അലീന കൈ നീട്ടി അവളുടെ ശിരസിലൊന്ന് കൈയൊടിച്ച് വെറുതെ ഇങ്ങനെ. ഷെറിന് അനങ്ങാതിരുന്നു. അലീന എഴുന്നേറ്റ് പോയി മേശപ്പുറത്തുനിന്നൊരു ചീപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? എണ്ണ പുള്ളാതെ അഴിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയൊക്കെ അതൊക്കെ പതുക്കെ ഒതുക്കാനായിട്ട് തുടങ്ങി. ഒട്ടും വേദനിപ്പിക്കാതെ സമയം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഷെറിന് എന്ത് ചെയ്തു? 2 കൈയും തലയിലിട്ട് മാന്തി വീണ്ടും അത് അങ്ങനെ തന്നെ ആക്കിയിട്ടു. അലീന രണ്ടാമതും അവളുടെ മുടി വൃത്തിയായി വെച്ചു. ഇത്തവണയും ഷെറിന് അതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് ശബ്ദമില്ലാതെ അലീനയെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അലീന 3ാമത് ക്ഷമയോടുകൂടി അത് അതുപോലെ തന്നെ ചെയ്തു വെച്ചു. അല്ല, ഷെറിൻ 2 കൈയും തലയിലേക്ക് വെച്ചിട്ട് ചോദിച്ചു, കളയട്ടേന്ന് ചോദിച്ചു. എന്നോട് ദേഷ്യം തോന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാ ദേഷ്യം തോന്നാത്ത? എനിക്കിപ്പോഴറിയണം. ഷെറിനൊരു കൊച്ചു കുട്ടിയെ പോലെ അലീനയുടെ മുന്നിൽ വാശി പിടിച്ചുകൊണ്ടിരുന്നു. അലീന അവളുടെ കവിളത്ത് പതുക്കെ തലോടി. എനിക്കറിയാം. എന്താ അറിയാവുന്നത്? അതെ, ഒരുപാട് സ്നേഹമുള്ളൊരു അമ്മയാണെന്ന്, ഒത്തിരി സങ്കടം അനുഭവിച്ച അമ്മയാണെന്ന്. ഷെറിന്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് അലീന ശ്രദ്ധിച്ചു. തന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാണ് ശ്വാസം അടക്കി പിടിച്ചോണ്ട്. അവളുടെ മുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ നിസ്സഹായതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുണ്ടുകളൊക്കെ വല്ലാതെ വിറകൊള്ളുന്നുണ്ട്. അലീന തോളത്തോട് കൈയിട്ട് അവളെ മെല്ലെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അവളുടെ മുഖം തന്റെ ചുവലിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, അതെ ഞാനും ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. അനാഥാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നേ. അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെ. അലീനയുടെ തോളിൽ ഒരു തുള്ളി കണ്ണീര് വീണു. അതിന് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. അലീന മെല്ലെ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. മാമച്ചനങ്ങളെ ഗ്രേസമ്മന്റെ മകനെ പ്രണയിച്ച പെൺകുട്ടിയാണ് ഇതെന്ന് അലീന ഓർത്തു. ആ മകന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തോള്. അലീന അവളുടെ മുഖം തോളിന്നെടുത്തു. കരച്ചിലൊന്നുമില്ല മുഖത്ത്. നനഞ്ഞ കൺവീലുകളുണ്ട്, തളർന്ന കണ്ണുകൾ മാത്രം. ഒരു വല്ലാത്തൊരു ഭാവമായിരുന്നത്. അതെ, ഞാനുണ്ട് കൂട്ടിന്. നമുക്ക് കണ്ടുപിടിക്കാട്ടോ. എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അലീന അവളെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഗുളികയും വെള്ളം എടുത്തുകൊണ്ട് അവളുടെ നേർക്ക് നീട്ടി. ഇത്ര സമയം ഷെറിനും വലിയ ദേഷ്യം കാണിച്ചുകൊണ്ടെന്ന് ആ ഗുളികയൊക്കെ കഴിക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഓരോ വിസമ്മതവും കൂടാതെ പെട്ടെന്ന് നേരം മരുന്ന് കഴിച്ചു. പിന്നെ അനുസരണയുള്ള കുട്ടിയെ പോലെ അവിടെ കിടക്കുവാണ്. അലീന അവളുടെ മുടിയിലാളിൽ ഇങ്ങനെ പതുക്കി ഇങ്ങനെ ഷെറിന്റെ മുടിയുടെയും ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു.
മരുന്നിന്റെ ശക്തി കണ്ട് ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ മയക്കത്തിലേക്ക് വീണുപോയി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അത് കുടിച്ചാൽ അങ്ങോട്ട് വന്നു. ഉറങ്ങിയോ? ഉറങ്ങിയെന്ന് പറഞ്ഞു. അല്ല മരുന്ന് കഴിച്ചു. ഇളക്കം തുടങ്ങിയാ പിന്നെ കഴിക്കാൻ വലിയ പാടാ. അത് കുടിച്ചാൽ അത് പറഞ്ഞു. അലീനെ പതുക്കെ കട്ടിലിരുന്ന് എഴുന്നേറ്റു. അലമാര ഇരുന്ന വിഷക്കുപ്പികളൊക്കെ അവിടുത്തെ അത് കുടിച്ചാനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അതെ ഇത് ഇവിടെ ഒന്നും വെക്കണ്ട, വേറെ എവിടെയും കൊണ്ടേ സൂക്ഷിച്ചാൽ മതി, ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചാളാം. അത് കുടിച്ചാൻ അത് വാങ്ങി തന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. നീ വാ, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം, നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണണ്ടെന്ന് ചോദിച്ചു. അവത് കുടിച്ചാല് അലീനയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. വീട്ടിനുള്ളിൽ ബെഡ്റൂമിൽ വെച്ച് ആൻസി ഭർത്താവിനോട് ചോദിച്ചു, അല്ല എത്ര ദിവസം കാണും ഈ പുതിയ അവതാരം ഇവിടെ? അലീനയുടെ കാര്യത്തെ പറ്റിയാ ചോദിക്കുന്നേ. അറിയില്ല, ചിലപ്പോ 1-2 ദിവസം കഴിയുമ്പോഴത്തേനും പോവായിരിക്കും. റോബർട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആൻസി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൈ കൊണ്ട് ഞാനൊന്നും വെച്ച് വിളമ്പി കൊടുക്കത്തൊന്നുമില്ല. എന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നേ എനിക്കൊരു സഹായത്തിന്, അല്ലാതെ നിങ്ങളുടെ ചേട്ടന്റെ രഹസ്യപുത്രരെ സേവിക്കാനൊന്നുമല്ല. അതെ അതൊക്കെ അപ്പച്ചൻ വേണ്ട പോലെ ചെയ്തോളും, നിങ്ങളാരും അവളെ ശുശ്രൂഷിക്കാനും നിൽക്കണ്ട. അല്ല നിങ്ങൾ അനിയന്മാരെല്ലാരും കൂടി ചേർന്ന് ചേട്ടനൊന്ന് ഉപദേശിക്കുന്നല്ല. ചേട്ടന് കണ്ട പെണ്ണുങ്ങളിലൊക്കെ മക്കളുണ്ടായാലും അത് ചേട്ടൻ തന്നെ സഹിച്ചോണം, നമുക്കെന്താ കാര്യം? പക്ഷെ അപ്പച്ചൻ പറഞ്ഞു ഒരു കാര്യം ശരിയാ, അവൾക്ക് ഞങ്ങളുടെ അമ്മച്ചിയുടെ ചായയാണെന്ന്. എന്നാര് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളല്ലേ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എടി നീ എന്നാടി ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടത്? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ? അമ്മച്ചിക്ക് അന്ന് വയസ്സ് 19 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഷേപ്പൊക്കെ തിരിച്ചറിയാം. അമ്മച്ചിയുടെ ഒരു ഷേപ്പുമില്ല ഈ പെണ്ണിന്. അമ്മച്ചി എന്തൊരു സുന്ദരിയായിരുന്നു ആ പ്രായത്തിൽ. ഇവളെ കണ്ട എന്തോ പോലെ ഇരിക്കുന്നു, വാങ്ങാണ്ടി പോലത്തെ മുഖവും ജിറാഫിന്റെ കഴുത്തും. ഓ പിന്നെ നിന്നെ കണ്ടില്ല, ഏതാണ്ട് കുഴപ്പമുണ്ടാനസി, നീ നാളെ തന്നെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നല്ലതാ. അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞാണേ. ഇവള് ഭൂരോഗരമ്പയാണല്ലോ, എടുത്ത് തലയോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചോണ്ട് നടന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കുറ്റം ചേട്ടൻ ചെയ്തും ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് വന്ന എല്ലാം പുണ്യപ്രവൃത്തിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞോ. ചുമ്മാ എഴുതാപ്പുറം വായിക്കില്ല ആൻസി. റോബിച്ചൻ ദേഷ്യം പിടിച്ച് മുറിയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവത് കുടിച്ച ആന്റീനെയും കൂടി ഊണ് മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും മറ്റുള്ളവരുടെ എല്ലാം ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റോബർട്ട് പോയി കൈ കഴുകണം. ആൻസി അമ്മയും കൂടെ എഴുന്നേൽക്കുന്നുള്ളൂ. ഇന്നെന്താ റോബിച്ച പതിവില്ലാതെ നേരത്തെ ഊണ് കഴിച്ചേ? അവത് കുടിച്ചാൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോ റോബർട്ട് പറഞ്ഞു, അതെ എനിക്കിന്ന് അല്പം വിശപ്പ് കൂടുതലായിരുന്നു. അല്ല നിങ്ങക്ക് 4 പേർക്ക് ഒരേപോലെയായിരുന്നു വിശപ്പ്? ഒരു കുടിച്ചാനും വിട്ടുകൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോ ഇവിടെ എന്താ കുഴപ്പം? ഞങ്ങള് കുറച്ച് നേരത്തെ കയറുണ്ടു, അപ്പച്ചനുള്ളതോടെ വെച്ചിട്ടുണ്ട്. ആൻസി അത് പറഞ്ഞു. എന്നാലും അതാണൊരു ഒരു മര്യാദ. ഈ പെങ്കൊച്ച് ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, അവളെ കൂടെ വിളിച്ചെടുത്തി ചോറ് കൊടുക്കണ്ടേ? ഊണ് കഴിക്കാമെന്നോ ഒരു വാക്കെങ്കിലും ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ. ഇതാണോ നിന്റെ തള്ള നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ? നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇങ്ങനെയാണോ നീ പെരുമാറുന്നേ? അപ്പോഴേക്കും ആൻസിയുടെ അമ്മ മറിയക്കുട്ടി എന്തോ മറുപടി പറയാൻ ഭാവിച്ചപ്പോ അതക്കുട്ടി ഞാൻ തടഞ്ഞു. അതെ നിങ്ങൾ അവിടെ മിണ്ടായിരുന്നാ മതി, ഞാൻ നിങ്ങളുടെ മകളോടാ ചോദിച്ചേ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, അതിനുള്ള അവസരം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൻസി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ ശീലം ചോദിച്ചുകൊണ്ട് മാത്രം പറയാ, നല്ല മൂർച്ചയോട് കൂട്ടിട്ടാ പറയണേ. അവിടെ വരുന്നവരെ എല്ലാരും ഞങ്ങൾ ഊണുമുറിയിലേക്ക് ക്ഷണിച്ചിരുത്തി പിരിഞ്ഞൂട്ടാറില്ല. പിച്ചക്കാർ വന്നാൽ മുറ്റത്ത് നിർത്തി എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കും. പണിക്കാരെ പുറയിലെ വരാന്തിയിൽ എടുത്ത് തീറ്റ കൊടുക്കാറുള്ളൂ. കോഴിക്കും മുറ്റത്ത് തീറ്റ ഇട്ട് കൊടുക്കും. അവനവന്റെ സ്വന്തക്കാരൻ നല്ല അന്തസ്സായിട്ട് സ്വീകരിച്ച് 1-ാം തരവായിട്ട് സൽക്കരിക്കുകയും ചെയ്യും. എന്റെ അമ്മയതായി ശീലിച്ചിട്ടുള്ളൂ, ഞാനെന്താ കണ്ടുപിടിച്ചും ഇതുവരെ ആരും കുറ്റവും പറഞ്ഞിട്ടുമില്ല. അല്ല ഞങ്ങളെ 2 പേരെ നീ ഏത് കോപ്പിലാ പൊളിച്ചിരിക്കുന്നേ? പട്ടിയോ പന്നിയോ കോഴിയോ അതോ പിച്ചക്കാരോ? അവത് കുടിച്ചാൻ ഇച്ചിരി ശബ്ദം തന്നെയാണ് ചോദിക്കുന്നേ. അത് കേട്ടപ്പത്തിനും വാങ്ങിച്ചു പറഞ്ഞു, അപ്പച്ചന് ചോറ് വേണമെങ്കിൽ വിളമ്പിത്തരാം, ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. എന്റെ അമ്മ കഷ്ടപ്പെട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടീ നിന്റെ അമ്മയുടെ ഒരൗദാര്യം വേണ്ട, ഞാനിവിടെ ഹോട്ടലിൽ കൊണ്ടുപോയി ഊണ് വാങ്ങിച്ചു കൊടുത്തോളാം. അത് കേട്ട് കഴിഞ്ഞപ്പോ ആൻസി പറഞ്ഞു, ഇവിടെ ആർക്കുണ്ട് ഛേദം? എനിക്കൊരു ഛേദമില്ല. അപ്പച്ചന്റെ വിചാരം ഇങ്ങനെയൊരെണ്ണത്തിനെ പ്രദർശിച്ചുകൊണ്ട് നടക്കുന്ന വലിയ കേമം വന്ന പുറത്തോട്ടിറങ്ങി 4 പേരെടുത്ത് പരിചയപ്പെടുത്തി കൊടുക്ക. എന്റെ മൂത്ത മകന് കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ജനിച്ച സന്തതിയാണെന്ന് കേൾക്കുന്നവരും മൂക്കത്ത് വെല്ല് വെപ്പും അപ്പോഴറിയാം. അപ്പച്ചനൊന്ന് ആലോചിച്ച് നോക്കി, ആരോടെങ്കിലും പറയാൻ കൊള്ളുന്ന കാര്യമാണത്. നിങ്ങൾ അപ്പച്ചനും മൂത്ത മകനും ആരെയും പേടിക്കാത്തതുകൊണ്ട് നെറ്റിപ്പട്ടം പോലെ കൊണ്ടുകൊടുക്കാം. പക്ഷെ ഞങ്ങളൊക്കെ കുറച്ച് അഭിമാനമുള്ളവരാ. ചേട്ടൻ ഹിംസിച്ചാലൊന്നും പേടിച്ചിട്ട് അനിയന്മാരില്ല അമർഷം പൂണ്ട് നടക്കുന്നത്. അവര് കടിച്ചു പിടിച്ച് നിൽക്കുക, അല്ലാതെ ആർക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല. കുളത്തോപ്പുഴയിലായതുകൊണ്ട് അധികം ആരും അറിയത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴല്ലേ ഇവളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. ഇനി ഇവിടെയുള്ളവർക്ക് നാണം കെട്ടിട്ട് തല കൊടുത്ത് നടക്കാൻ പറ്റുമോ?
പുറത്തിറങ്ങി നടക്കണ്ടേ? ആൻസിയുടെ നാവിന്റെ മൂർച്ച അവത് കുടിച്ചാൻ അറിയാത്തല്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും റോബർട്ട് പറഞ്ഞു, അതെ അവളുടെ വായിലിരിക്കുന്ന കേട്ടപ്പോ അപ്പച്ചന് തൃപ്തിയായല്ലോ. കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ടുകൾ കടിച്ചൊന്ന് കേട്ടുള്ളൂ. അപ്പച്ചനെ വല്ല കാര്യമുണ്ടോ? ഇവിടെ ചോറും കറിയും വെച്ചിട്ടുണ്ട്, എടുത്താ നിങ്ങൾ കഴിച്ചാ പോരെ. ആരാടാ റോബിച്ചാ കടിക്കാത്ത പട്ടി? നിന്റെ കെട്ടിയാവളോ? അവളിവിടെ കെട്ടി കയറി വന്ന് അന്ന് മുതൽ ഓടി നടന്ന് കടിച്ചോണ്ടിരിക്കുകയല്ലേ ഇവിടെയുള്ള എല്ലാവരെയും. പേ ഇല്ലാന്ന് മാത്രം, ഇല്ലെങ്കിൽ പേപ്പട്ടി വിഷത്തിന്റെ കുത്തിവെപ്പൊഴിഞ്ഞ് നേരം കാണത്തില്ലായിരുന്നു ഈ തറവാട്ടില്. നിന്റെ കൈക്ക് എല്ലില്ലാത്ത അവളുടെ ഭാഗ്യം. എന്തായാലും ഇനി ഇവിടുത്തെ ചോറ് ലാലിച്ചിന്റെ മോൾക്ക് വേണ്ട. അവത് കുറിച്ച് അലിയുടെ കൈക്ക് ഇങ്ങോട്ട് പിടിച്ചു നടക്കാനിരിങ്ങി. അലീനെ പക്ഷെ നിന്നെടുത്തൊന്നും അനങ്ങി പോലുമില്ല. വീണ്ടും എന്തോ പറയാൻ ഭാവിച്ച ആൻസിയെ റോബർട്ട് കൈ ചൂണ്ടി വിലയ്ക്കും മതിയെന്ന് പറഞ്ഞു. ആൻസി ദേഷ്യം കടിച്ചമർത്തി പോയി കൈ എഴി. മഴയെക്കുട്ടി എന്ത് ചെയ്തു? ചില പാത്രം ഉടക്കെടുത്തോണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി. ആദ്യം റോച്ചും പോയി, പിന്നെ ആൻസി, അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയി. നീ വാ മോളെ, ഇനി എന്നെ കാണാൻ നിൽക്കുന്നേ. ലാലിച്ചൻ വരുമ്പോ ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും. ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, വല്യപ്പച്ചൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ കൈക്ക് പിടിച്ചോണ്ട് ഊൺമേശയിൽ അവിടുത്തെ കസേരയിലിരുത്തി. എന്നിട്ട് അടുക്കളയിലേക്ക് കയറി. വലിയ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അടുക്കളയാണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അവസ്ഥ കണ്ട് അലീനെ അമ്പരന്ന് പോയി. സാധന സാമഗ്രികളെല്ലാം തോന്നിയെടുത്ത് വലിച്ചിട്ടിരിക്കുന്നു. സിങ്കിനുള്ളിൽ ഇന്നലെ മുതൽ ചോറും കറിയും കഴിച്ച കുറെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുക. ഒരു ഭാഗത്തുനിന്ന് വലിച്ച നാറ്റവും കാര്യങ്ങളും ഭക്ഷണത്തിന്റെ ഇതെല്ലാം കൂടെ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടൈൽസ് ഇട്ട തറയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വൃത്തിയും വെടുപ്പൊന്നുമില്ല. അലീന അവിടെ എവിടെയെല്ലാം നോക്കി. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നു എല്ലാം കിടക്കുന്നുണ്ട്. ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീന്റെ നിറം പോലും തിരിച്ചറിയാൻ പറ്റില്ല. കിച്ചണും അങ്ങനെ അതുപോലെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു വൃത്തിഹീനമായ അടുക്കള കാര്യങ്ങളൊക്കെയാന്ന് അലീന മനസ്സിലായി. ഗ്യാസ് സ്റ്റൗവിന്റെ മീതെയാണെങ്കിലോ പാലൊക്കെ തിളച്ച് തൂവിയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുക. മൈക്രോവേവ് ഓവൻ പോലും ഉപയോഗശൂന്യമാണെന്ന് തോന്നി. ഇതിനിടയിൽ സ്ലാബില് ഒരു കുക്കറിനകത്ത് കുറച്ച് ചോറിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഫ്രൈ പാനില് കുറച്ച് ഉണക്കമീന് വറുത്ത മീൻ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. പിന്നെ ഒരു തക്കാളിക്ക് ബീൻസ് മെഴുക്കുവട്ടി. അലീന തിരികെ ഊണുമുറിയിലേക്ക് എന്നും അറപ്പാവൂലും വലിപ്പിച്ച ഈ അടുക്കളയിൽ നിന്ന് വല്ലതും എടുത്ത് കഴിക്കാൻ. അതാ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ പോയി കഴിക്കാന്ന്. എന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? അലീന മുറിയിലെ എച്ചിലൊക്കെ തുടച്ചു മാറ്റി ചോറും കറികളും വിളമ്പിക്കൊണ്ട് വെച്ചു. ആരെന്ത് ചീത്ത പറഞ്ഞാലും നിനക്കൊരു നാണം ഇല്ലാത്തവാ, അതാ എനിക്ക് അതിശയം. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. അത് കുടിച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമേ അലീന പറഞ്ഞു, അതെ അപ്പനും അമ്മയും ഇല്ലാത്തവള് എന്ന നാണക്കേട് 23 വർഷം ഞാൻ സഹിച്ചില്ലേ. അത്രയും വലിയൊരു നാണക്കേട് ഈ ലോകത്തിലെ വെല്ലിപ്പിച്ച. അത് കുറിച്ച് ഞാൻ പിന്നെ ഒന്നും മറുപടി പറഞ്ഞില്ല. അല്ല, റാണി ആന്റിയെ കൂടെ വിളിക്കേണ്ട വെല്ലിപ്പിച്ച. വേണ്ട, മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അവള് തനിയെ എഴുന്നേൽക്കണം. ഇടയ്ക്ക് വിടണിച്ചു ഉണർത്തിയ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഉണർന്നോന്ന് ഞാൻ നോക്കട്ടെ. അലീന പോയി നോക്കി. ഷെറിന് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അലീന പിന്നീട് തിരിച്ചു പോന്നു. അവത് കുടിച്ചാനും അവളും കൂടെ ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഇനി വേണമെങ്കിൽ ഒന്ന് പോയി മയക്കുമെന്ന് അവത് കുടിച്ചാനും അലീനയോട് പറഞ്ഞു. വല്യപ്പിച്ചൻ പോയി കിടന്നു, എനിക്കിവിടെ ഇത്തിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അലീനയോട് അത് കേട്ടുകഴിഞ്ഞപ്പം വല്യപ്പിച്ചൻ ചോദിച്ചു, അല്ല നീ എന്ത് ചെയ്യാൻ പോവാ? അതെ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ബ്രിജിത്ത മമ്മി എപ്പോഴും പറയും, മനസ്സിൽ മാലിന്യം നിറയുമ്പോഴാ അത് വീട്ടിലേക്കൂടെ വ്യാപിക്കുന്നത്. പക്ഷെ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അവള് പറഞ്ഞ് ചീത്ത മുഴുവൻ കേട്ടിട്ടും നീ അവിടെ അടുക്കള തുടയ്ക്കാൻ പോകണം. മറുപടി പറയാതെ അലീന സിങ്കിനുള്ളിലും വെളിയിലും വയ്ക്കുമ്പോൾ കൂമ്പാരം കൂടി കിടക്കുന്ന ഇച്ചിരി പാത്രങ്ങള് കൈയിട്ട് അതൊക്കെ കഴുകാൻ തുടങ്ങി. ആൻസി ആണെങ്കിലോ ഊണ് കഴിച്ചതിന്റെ ക്ഷീണത്തില് വിശ്രമിക്കാൻ കിടക്കായിരുന്നു. അല്ല, നീ അത്രയൊന്നും കടത്തി പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ആൻസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് റോബർട്ട് പറയണേ. ഓഹോ, ഞാനുള്ളത് തന്നെ റോബിച്ചായ പറഞ്ഞേ. ഞാനേ നല്ല ഒന്നാം തരം തറവാട്ടി ജനിച്ചു വളർന്നോളാ. റോബിച്ചാനെ കിട്ടാവുന്നതിലും കൂടുതൽ സ്ത്രീധനമായിട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് വലുതുകാലം വെച്ച് കയറി വന്നേ. എനിക്ക് ആരുടെ മുന്നിൽ നടുവളിക്കേണ്ട കാര്യമൊന്നുമില്ല. എടി, ഈ വീടും 1/2 ഏക്കർ അപ്പച്ചന്റെ പേരിലാന്ന് ഓർക്കണം. അപ്പച്ചന് ആർക്ക് വെള്ളം കൊടുക്കാം. നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. പോകേണ്ടി വന്നാ പോണം. എന്തിനാ എപ്പോഴും ഇങ്ങനെ പേടിച്ചു പറിച്ച് കഴിയണേ? അതിന്റെ കാര്യമുണ്ടോ? നമ്മുടെ ഉയരത്തിലോട് പുതിയൊരു വീട് വെക്കണമെന്നേ. പിന്നീട് ഒരുത്തരും അങ്ങോട്ടേക്ക് വരില്ലല്ലോ. തറവാടാണ്, തായ്പര്യാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് കാണുമ്പോൾ കലി കയറും. എല്ലാവർക്കും വെച്ചു വിളമ്പി കൊടുക്കണം, കുറ്റം പറച്ചിലും കേൾക്കണം. തറവാട്ടിൽ നിൽക്കുന്ന എല്ലാ മക്കളുടെ വിധിയത്. ഇടി ആൻസി,
നീ ചുമ്മാ മണ്ടത്തരം പറയാതെ. ഈ വീടിന്റെ അരയേക്കറിന്റെ വില എപ്പോഴാണെന്ന് നിനക്കറിയാവോ? ഇപ്പൊ എന്റെ വില നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അപ്പച്ചനായിട്ട് കലിപ്പിക്കുവാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോ അപ്പച്ചനത് ലാലിച്ചാന്റെ പേരിലേക്ക് എഴുതി കൊടുത്താലോ. ഈയിടെ അപ്പച്ചന്റെ ലാലിച്ചാൻ അടിച്ചിട്ട് പ്രിയം കൂടുതലുണ്ട്. അതെനിക്ക് മനസ്സിലായി. അത് അവളെ കണ്ടിട്ടാ. അതിനു മുമ്പ് കുളത്തോപ്പഴിക്ക് പോരുന്നോന്ന് ചോദിച്ചാ കെട്ടി വലിച്ചാ പോകാത്ത ആളാ. ഇവിടെ ഇരുന്നോണ്ട് ചേട്ടന്റെ കുറ്റം പറഞ്ഞിരിക്കും എത്രയോ തവണ ഞാൻ കേട്ടിരിക്കുന്നു. വല്യപ്പച്ചനെ പോലും അവളങ്ങോട്ട് മയക്കെടുത്തു. എടി നീ ഒന്ന് വാ തുറക്കാതിരുന്നാ മതി. അവര് ഹോട്ടലിൽ പോകാത്ത ഭാഗ്യം. പോയിരുന്നെങ്കിൽ ലാലിച്ചാൻ വന്ന് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയേനം. എന്നാലും എന്റെ റോബിച്ചായ അവളെ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടിട്ടും നാണോ മാനോ ഉള്ള ജാതിയാണെങ്കിൽ ഇവിടുത്തെ ഉണ്ണുമോ? അലാതാരത്തി വളർന്നവളല്ലേ, ആർത്തിപ്പണ്ടാരമായിരിക്കും. എച്ചിൽ തിന്നാലും മടി കാണത്തില്ല. ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? റോബിച്ചിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആൻസി പതുക്കെ മയക്കം പിടിച്ചു കഴിഞ്ഞപ്പോ റോബർട്ട് പതുക്കെ കിടക്കെഴുന്നേറ്റു. അടുക്കളയിൽ നിന്ന് തട്ടുമുട്ടും ഉള്ള ശബ്ദം കേൾക്കാൻ വരുന്നു. റോബർട്ട് ഒച്ച കേൾപ്പിക്കാതെ ഊണുമുറിയിലെത്തി. അടുക്കളയിൽ തറയിലെമ്പാട് സോപ്പ് പതിയും കാപ്പിപ്പൊടി കളറിൽ അഴുക്ക് വെള്ളവും. അലീനെ ചൂടുകൊണ്ട് സ്ലാബ് അടിച്ചു വരി കഴുകി ഇറക്കണം. അവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീന എപ്പോഴോ തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോ റോബർട്ട് അവിടെ പിന്നെ വന്ന് മറിഞ്ഞു നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഒന്നും തിരിയാനുള്ള അവസരം പോലും കിട്ടിയില്ല. 1-2 നിമിഷം അലീന അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടൊന്ന് ചിരിച്ചു. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്ന അലീന ചോദിച്ചു. ശരിക്കും ഒരു ജാളിയും തോന്നി റോബർട്ടിന്. അങ്കിൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നി. അലീനെ കൈ കാട്ടി വിളിച്ചു കഴിഞ്ഞപ്പോ റോബർട്ടിന് നിരസിക്കാൻ പറ്റിയില്ല. അതെ, ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒന്ന് ഇത്തിരി മാറ്റി വെക്കണം. ഞാൻ തനിയെ പിടിച്ചിട്ട് അനങ്ങുന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അലീനെ ചൂല് തറയിലിട്ട് ഫ്രിഡ്ജിന്റെ ഒരു സൈഡിൽ പിടിച്ചു. മറ്റേ സൈഡിൽ റോബർട്ടും. അല്ല, നിന്നെ കൊണ്ട് പറ്റുമോ വശം പൊക്കാനായിട്ട്? പിന്നെ ഈ കാണുന്ന പോലൊന്നുമല്ല, ഭയങ്കര ആരോഗ്യമില്ല എനിക്ക്. അലീന ചിരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തേ. റോബർട്ടിന് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അയാൾ അത് ചിരി കടിച്ചമർത്തി. അങ്ങനെ ഫ്രിഡ്ജ് മെല്ലെ നീക്കി മാറ്റി വെച്ചു. പിന്നീട് വാഷിംഗ് മെഷീനും അല്പം അങ്ങോട്ട് മാറ്റി വെച്ചു. അതിരുന്ന സ്ഥാനത്തൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ അലീന സോപ്പുകൾ വെച്ച് അടിച്ചു കഴിയും നല്ല വൃത്തിയാക്കുവാണ്. വാഷിംഗ് മെഷീന്റെ അടിയും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന സാധനങ്ങളെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ കൃത്യസ്ഥാനത്ത് തന്നെ വെച്ചു. റോബർട്ട് പോകാൻ ഭാവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീന കെഞ്ചി, അതെ ഒരു ചെറിയ സഹായം കൂടി. ഈ ഒഴിഞ്ഞ കുപ്പികളും ടിന്നുകളും എല്ലാം ബെർത്തിന്റെ ഒരു മുകളിൽ അടിക്കണം. ഞാൻ താഴെ നിന്ന് എടുത്തു തരാന്ന് പറഞ്ഞു. ആ ഗ്ലാസ് സ്ലാബിലോട്ട് കയറി എന്നിട്ട് മുകളിൽ അടിക്കാൻ മതി. റോബർട്ട് വിസമ്മതമൊന്നും കൂടാതെ അതനുസരിച്ചു. അലീന താഴെ നിന്ന് കുപ്പികളും ടിന്നുകളും എല്ലാം പെറുക്കി കൊടുത്തു. അല്ല, ഇവിടെ മുമ്പ് വല്ല ബാറും നടത്തുന്നുണ്ടായിരുന്നോ? ഇത്രയും കാലിക്കുപ്പികളും, അതും പല ഐറ്റം. അതൊക്കെ ആരെങ്കിലും വരുമ്പോ സൽക്കരിക്കുന്ന. ഓ, വിഷം കൊടുത്താണ് സൽക്കാരമല്ലേ? കൊടുത്താൽ മാത്രം പോരല്ലോ, കൂടെ ഇരുന്ന് കുടിക്കുകയും ചെയ്യണ്ടേ? റോബർട്ട് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ എല്ലാം ബർത്തിൽ അടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും റോബർട്ട് താഴേക്ക് ഇറങ്ങി. അതെ, അടുക്കള വെടുപ്പായി കിടക്കണമെങ്കിലേ വീട്ടിലുള്ള ആണുങ്ങളും കൂടി മനസ്സ് വെക്കണം. വല്ലപ്പോഴും ഒരു കൈ സഹായിച്ചാൽ എന്താ കുഴപ്പം? അല്ല, ഇനി ഞാൻ വല്ലതും ചെയ്തു തരണമെന്ന് റോബിച്ചൻ ചോദിച്ചു. വേണ്ട, ഇത്രയുമായി താങ്ക്സ്. അലീന ജോലി ചെയ്ത് നോക്കി അയാൾ അല്പനേരം കൂടെ നിന്നു. ജോലിക്കിടെ തന്നെ അലീന 2 തവണ ഷെറിന്റെ റൂമിൽ ചെന്ന് നോക്കി. 2ാം തവണ ചെല്ലുമ്പോ അവൾ ഉണർന്നെഴുതിയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു. ഷെറി മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ അനിയുടെ നേർക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. വല്ലാത്തൊരു നോട്ടമായിരുന്നു. അങ്ങനെ ഷെറിന് എഴുന്നേക്കാൻ ഭാവിച്ചു കഴിഞ്ഞപ്പോ അലീന എന്ന് കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് അവളുടെ അടുത്തിരുന്നു. അവളുടെ കൈയൊക്കെ തണുത്തു മറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അലീന പിന്നീട് ഊണ് കുഴമ്പി കൊടുത്തു കഴിഞ്ഞപ്പോ അവളൊന്നും മിണ്ടാതെ ഇരുന്ന് കഴിക്കണം. ഊണ് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ഇരിക്കുന്നു. കൺമുന്നിലൊന്നും കാണുന്നില്ലാത്ത പോലെ, ശബ്ദങ്ങളൊന്നും കേൾക്കാത്ത പോലെ ഒരു ഇരിപ്പായിരുന്നു. മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും കലയിക്കും തന്നോടും കുറെ ചീത്തം കാര്യങ്ങളൊക്കെ പറഞ്ഞ. പക്ഷെ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മാറ്റമായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെറിനൊരു പാവിയാണെന്ന് തോന്നി. മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ആ മരുന്നുകളുടെ സഡേഷനിൽ ഇങ്ങനെ ഇരിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പിന്നീട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷെറിൻ പോയി കൈ കഴുകി. അലീന എന്ത് ചെയ്തു? അടുക്കള ജോലി ഉള്ളതിനാൽ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ തിരികെ പോന്നു. കുറെ സമയം കഴിഞ്ഞു. 2-3 മണിയായി കഴിഞ്ഞപ്പോ ആൻസി ഉണ്ടെന്ന് കിച്ചണിൽ ചെന്ന് നോക്കുമ്പോ ഞെട്ടിപ്പോയി. അഴുക്കും മെഴുക്കും എല്ലാം പുരണ്ട് കരുവാടിച്ചു കിടന്ന തറ നല്ല കണ്ണാടി പോലെ മിനുങ്ങുവാണ്. ഇതെങ്ങനെ? എല്ലാ ഒഴിഞ്ഞ ജാറുകളും കാര്യങ്ങളും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു. പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാ പാത്രങ്ങളും കഴുകി തുടച്ച് യഥാസ്ഥാനങ്ങൾ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ നല്ല പുതുപുത്തനാണെന്ന് തോന്നിച്ചു. കിച്ചണിന്റെ ഇരട്ടി സ്ഥല സൗകര്യം. ഒരു ഈച്ച പോലും ഒന്നും പറക്കുന്നു പോലും ഇല്ല. എല്ലാം നല്ല ക്ലീനാ. വർക്ക് ഏരിയ, സ്റ്റോറും എല്ലാം. എങ്ങനെയുണ്ട്? ചോദ്യം കേട്ട് ആൻസിയും തിരിഞ്ഞു നോക്കി. റോബിച്ചനാണ്.
ആറവശാലയിലോട്ട് കയറുന്ന പോലെ ആയിരുന്നല്ലോ ഇതിനു മുമ്പ്. എല്ലും തോലിയും പണ്ടാലും കുടലും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കടി ഈ തറയിലോട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ തോന്നുമല്ലോ. ഓ, തിന്ന ചോറിന്റെ കൂറ് കാണിച്ചായിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ നീ അവളെ പടിയടിച്ച് പിണ്ടം വെച്ചേനോ. നീ അവളെ അത്തരം താഴ്ച സംസാരിച്ചിട്ടും അവൾക്ക് എന്തേലും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നോ? നിന്റെ അടുത്ത് അങ്ങനെ എന്തേലും കാണിച്ചോ? നിന്റെ അടുക്കള അല്ലേടി ഇത്. എത്ര ഭംഗിയായിട്ട് അവള് വൃത്തിയാക്കിയാ നോക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നു അവൾക്ക്. വേറെ ആരെങ്കിലും ചെയ്യുമോ? ആൻസിയുടെ അമ്മ എവിടേക്കുന്നു? ആച്ചെടുത്തോടെ എല്ലാരും നോക്കി. അവസാനം അടുക്കള പറഞ്ഞ അവള് പിടിച്ചെടുക്കുവോ? ഇവിടുത്തെ അടുക്കള കിട്ടിയിട്ട് വേണ്ടേ ലാലിച്ചാന്റെ മോൾക്ക് ചെലവ് കഴിയാനായിട്ട്. ഓ, അവിടെ നീരസി പറഞ്ഞിട്ട് അടുക്കളയിൽ നിങ്ങോട്ട് പോയി. വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആനസിക്കും ആനസിയുടെ അമ്മയ്ക്കും. ഇത്ര നല്ല വൃത്തിക്ക് ഈ അടുക്കള കൊണ്ടു നടക്കുമായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയും. കാരണം അലീന കുറച്ച് സമയം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അലീനയുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. അലീനയുടെ വൃത്തിയും വെടുപ്പും കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്സും കാര്യങ്ങളും ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ കഥകളാണ് നമ്മള് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.